അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പുതിയ എപ്പിസോഡിലേക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം. വിശുദ്ധ റമളാനിൻ്റെ ആദ്യത്തെ 10 റഹ്മത്തിൻ്റെ 10ആണ്. അതേക്കുറിച്ചായിരുന്നു നമ്മൾ സംസാരിച്ചിരുന്നത്. യുദ്ധത്തിന് ശേഷം ഒരു ധർമ്മ സമരമുഖത്ത് നിന്ന് പിടിക്കപ്പെട്ട ആളുകളെയുമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ ശത്രുക്കളെയൊക്കെ ഹാജരാക്കിയപ്പോൾ ഒരു പെണ്ണ് മാത്രം തനിക്ക് നഷ്ടപ്പെട്ട കുഞ്ഞിനെയും പരതി ഞെട്ടോട്ടമോടുകയാണ് ആ ക്യാമ്പിൽ. വാത്സല്യമുള്ള കുഞ്ഞിനെ കാണാതെ തെരയുന്ന ആ പെണ്ണിനെ സ്വഹാബത്തൊക്കെ വീക്ഷിക്കുകയാണ്. അവസാനം ആ കുട്ടിയെ കിട്ടിയപ്പോൾ ആ സ്ത്രീ ചെയ്യുന്നത് വളരെ സന്തോഷത്തോടെ കുട്ടിയെ വാരിയെടുത്ത് ഉമ്മം വെച്ച് മാറോടണച്ച് തൻ്റെ എല്ലാ റഹ്മത്തും വാത്സല്യവും പ്രകടിപ്പിക്കുകയാണ്. ഇത് കണ്ടു നിൽക്കുന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ സീൻ സൂചിപ്പിച്ചിട്ട് സ്വഹാബത്തിനോട് ചോദിച്ചു, നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, ഈ സ്ത്രീ ആ കുഞ്ഞിനെ തീയിൽ വലിച്ചെറിയും എന്ന് നിങ്ങൾക്ക് സങ്കല്പിക്കാമോ? ചോദ്യം ക്ലിയറാണല്ലോ. ഇത്ര വാത്സല്യമുള്ള ഈ സ്ത്രീ ആ കുഞ്ഞിനെ എപ്പോഴെങ്കിലും തീയിൽ വലിച്ചെറിയുമെന്ന് നിങ്ങൾക്ക് സങ്കല്പിക്കാനാവുമോ? ഇല്ല എന്ന് തന്നെയായിരുന്നു സ്വഹാബത്തിൻ്റെ മറുപടി. എങ്കിൽ അതിനേക്കാൾ എത്രയോ വാത്സല്യമാണ്, റഹ്മത്താണ്, കാരുണ്യമാണ് അള്ളാഹുവിന് അവൻ്റെ അടിമകളോടുള്ളത്. അവൻ പടച്ചവനാണല്ലോ ഈ അടിമകളെ, അവൻ്റെ സൃഷ്ടികളാണല്ലോ ഈ ലോകത്തുള്ളത് മുഴുവൻ. അപ്പോൾ ഇർഹമു മൻ ഫിൽ അർളി യർഹമുകും മൻ ഫിസ് സമാ, വളരെ പ്രസിദ്ധമായ ഹദീസ്, പ്രവാചക ഭാഷ്യമാണ്. അർറാഹിമൂന മൻ യർഹമുഹുമുർ റഹ്മാൻ ഇർഹമു മൻ ഫിൽ അർളി യർഹമുകും മൻ ഫിസ് സമാ. റഹ്മാൻ റഹീം എന്നുള്ളത് ചെറുതായി നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഹദീസ് പഠനം തുടങ്ങുമ്പോൾ ഗുരുവര്യന്മാർ ആദ്യം തൻ്റെ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഹദീസാണ് നമ്മൾ ഉദ്ധരിച്ചത്. അർറാഹിമൂന മൻ യർഹമുഹുമുർ റഹ്മാൻ എന്ന് തുടങ്ങുന്ന ഹദീസിൽ മനുഷ്യരോട് പഠിപ്പിക്കുന്നത് ഇർഹമു മൻ ഫിൽ അർള്, ഇർഹമു മൻ ഫിൽ അർള്, ഭൂമിയിൽ ഉള്ളവരോടെല്ലാം നിങ്ങൾ കാരുണ്യം കാണിക്കണം. മനുഷ്യർ എന്ന് മാത്രമല്ല, മൃഗങ്ങളോടും പക്ഷികളോടും ഭൂമുഖത്തുള്ള എന്തൊക്കെയുണ്ടോ അതിനോടൊക്കെ കാരുണ്യം കാണിക്കണം എന്നതാണ് പ്രവാചകൻ്റെ കർശനമായ നിർദ്ദേശം. അങ്ങനെ കാരുണ്യം കാണിച്ചാൽ യർഹമുകും മൻ ഫിസ് സമാ, ആകാശ ലോകത്തിൻ്റെ അധിപതി പടച്ച തമ്പുരാൻ നിങ്ങളോടും കാരുണ്യം കാണിക്കും. അപ്പോൾ പല കാര്യങ്ങളും നമുക്ക് ലഭിക്കാൻ നമ്മളും അതുപോലെ നിർവഹിക്കുക. അള്ളാഹുവിൽ നിന്ന് ലഭിക്കേണ്ട പലതും നമ്മളും ഭൂമി ലോകത്ത് അതുപോലെ ചെയ്തിരിക്കണം. അതൊരു നീതിയല്ലേ, ന്യായമല്ലേ? മറ്റുള്ളവരോട് വിട്ടുവീഴ്ച ചെയ്തെങ്കിലേ, ചെറിയ പ്രശ്നങ്ങളിൽ, ചില്ലറ തെറ്റുകുറ്റങ്ങളിൽ സഹജീവികളോട് പൊറുത്തെങ്കിൽ മാത്രമേ ഉടയ തമ്പുരാൻ നമ്മളോടും പൊറുക്കുകയുള്ളൂ. ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. റമളാനിൻ്റെ അവസാനങ്ങളിലെത്തുമ്പോൾ നമ്മൾ തേടുന്ന പ്രാർത്ഥന അതാണ്. നീ വല്ലാതെ വിടുതി ചെയ്യുന്നവരാണ്, എല്ലാം വിട്ടുവീഴ്ച നൽകുന്നവരാണ്, അതുകൊണ്ട് എനിക്കും വിട്ടുവീഴ്ച നൽകണേ എന്ന പ്രാർത്ഥന ആ അർത്ഥത്തിലാണ് നമ്മൾ നിർവഹിക്കുന്നത്. പ്രവാചകരോട് ഒരനുയായി ചോദിക്കുന്നുണ്ട് ഒരിക്കൽ, യാ റസൂലല്ലാഹ്, അള്ളാഹു കോപിക്കുന്നതിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താണ് മാർഗം? പടച്ച തമ്പുരാൻ്റെ കോപത്തിൽ നിന്ന് മോക്ഷം ലഭിക്കാൻ എന്താണ് വഴി? മാ യംനഉനി മിൻ ഗളബില്ലാ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നൽകുന്ന മറുപടി വളരെ ശ്രദ്ധേയമാണ്. ലാ തഗ്ളബ്, നീ മറ്റുള്ളവരോട് കോപിക്കരുത്. സിമ്പിളല്ലേ? നീ മറ്റുള്ളവരോട് കോപിക്കാതിരിക്കുക. അപ്പോൾ നിന്നോട് കോപിക്കാൻ എല്ലാ അർത്ഥത്തിലും അവകാശമുള്ള അള്ളാഹു അത് കാരണമായി നിന്നോട് കോപിക്കാതിരിക്കും. റബ്ബിനോട് തേടുന്ന പലതും നമുക്ക് ലഭിക്കാൻ നമ്മൾ നമ്മുടെ നിത്യജീവിതത്തിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഉപോത്ബലകമായ പല സംഭവങ്ങളും നമുക്ക് പ്രവാചക ചരിത്രത്തിലും സ്വാലിഹീങ്ങളുടെ ജീവിതത്തിലും കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസ് നമുക്കിങ്ങനെ വായിക്കാം. മൻ ഫറജ അഖീഹി ഖുർബതൻ മിൻ ഖുറബിദ് ദുനിയ. തൊബറാനി റിപ്പോർട്ട് ചെയ്യുന്ന ആ ഹദീസിൽ തൻ്റെ കൂട്ടുകാരൻ്റെ
പല ദുഃഖങ്ങളിൽ നിന്ന് ഒരു ദുഃഖത്തെ ഒരാൾ അകറ്റിയാൽ പരലോകത്ത് വരാനിരിക്കുന്ന നിരവധി ദുഃഖങ്ങളെ അള്ളാഹു അവന് മാറ്റിക്കൊടുക്കും. ഹദീസ് വിശാലമാണ്. അതിൻ്റെ ആശയം ഇത്രയാണ്: മറ്റൊരാളുടെ വിഷമം നീക്കാൻ നമ്മൾ മുതിർന്നാൽ, അത് ചെറിയതാവട്ടെ വലുതാവട്ടെ, എങ്കിൽ അതിന് പകരമായി അള്ളാഹു പരലോകത്ത് പാരത്രിക ലോകത്തുള്ള പ്രയാസങ്ങളെ നമുക്ക് ദൂരീകരിച്ചു തരും. അതേ അർത്ഥത്തിൽ വിവിധ ആശയങ്ങൾ വ്യത്യസ്ത ഹദീസുകളിലൂടെ നമുക്ക് വായിക്കാൻ കഴിയും. മറ്റൊന്ന്, അള്ളാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്: മൻ മശ ഫി ഹാജത്തി അഖീഹി, തൻ്റെ കൂട്ടുകാരൻ്റെ അവിടെയൊന്നും ആ കൂട്ടുകാരൻ സഹോദരൻ തൻ്റെ മതത്തിൽപ്പെട്ടവനാകണമെന്നോ തൻ്റെ കുടുംബത്തിൽപ്പെട്ടവനാകണമെന്നോ അല്ലെങ്കിൽ താനുമായി വല്ല ബന്ധവുമുള്ളവനാകണമെന്നോ ഒരു നിബന്ധനയും ഇല്ല. അഹ് എന്ന അറബി പദം കൂട്ടുകാരൻ, സ്നേഹിതൻ, സഹോദരൻ, അവൻ ആരുമാകാലും. ഇത്ര വിശാലമുള്ള ആ ഹദീസിലൂടെ പഠിപ്പിക്കുന്നത്, തൻ്റെ കൂട്ടുകാരൻ്റെ സ്നേഹിതൻ്റെ ആവശ്യത്തിന് വേണ്ടി ഒരാൾ നടന്നാൽ, ഒരാൾക്ക് വില്ലേജ് ഓഫീസിൽ ഒരു ആവശ്യം നേടാനുണ്ട്, ആ പേപ്പർ ശരിയാക്കാൻ ഇദ്ദേഹം മെനക്കെട്ടാൽ കൂടുതൽ സൗകര്യമാണ്. ഒന്ന് വരുമോ? അയൽവക്കക്കാരനായ സുഹൃത്ത് ചോദിക്കുകയാണ്. രാവിലെ പോയതാണ്, വൈകുന്നേരമാണ് ആ പേപ്പർ റെഡിയാക്കിയിട്ട് കൊണ്ടുവന്നത്. അതുവരെയും ചെലവഴിച്ച സമയം, ഊർജം അവിടേക്ക് നടന്നത് കാരണമായി അതിനുള്ള പ്രതിഫലം അള്ളാഹു രേഖപ്പെടുത്തുന്നത് മണിക്കൂറുകളോളം പള്ളിയിൽ ഭജനമിരിക്കുന്നതിനേക്കാൾ പ്രതിഫലാർഹമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. മറ്റൊരാളുടെ പ്രയാസം അകറ്റാൻ, മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ, പരോപകാരത്തിന് വേണ്ടി നീക്കിവെക്കുന്ന സമയവും ഊർജവും വലിയൊരു ആരാധനയായി പ്രവാചകർ എണ്ണുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത് നമുക്കൊരിക്കലും മറന്നുകൂടാ. അപ്പോൾ അള്ളാഹുവിൽ നിന്ന് നമ്മൾ എന്തൊക്കെ പ്രതീക്ഷിക്കുന്നു, അത് നമ്മുടെ സഹജീവികളുമായി നമ്മൾ നൽകുമ്പോഴാണ്, അവർക്ക് സമ്മാനിക്കുമ്പോഴാണ് അതും പടച്ചവനിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. നോക്കൂ നിങ്ങൾ, ഒരു പൂച്ചയെ, സുഹൃതവതിയായ ഒരു പെണ്ണ് അനാവശ്യമായൊരു പൂച്ചയെ, മിണ്ടാപ്രാണിയെ കെട്ടിയിട്ടതിൻ്റെ പേരിൽ ജീവിതം ആരാധന കൊണ്ട് സമ്പന്നമാക്കിയിട്ടും ഈ ഒരു ദുഷ്പ്രവൃത്തി കാരണം നരകത്തിൽ അടക്കപ്പെട്ടു എന്ന സംഭവം പ്രവാചകർ പഠിപ്പിക്കുന്നുണ്ട്. ഒരു ദുർമാർഗിയായ പെണ്ണ്, സമൂഹത്തിൽ മോശം പേരുള്ള ഒരു പെണ്ണ്, അവൾ ഒരിക്കൽ ദാഹിച്ചു വലഞ്ഞ നായയെ കണ്ടപ്പോൾ തൻ്റെ കാലിലെ ഷൂ അഴിച്ച് ആറ്റിൽ നിന്ന് അല്പം വെള്ളമെടുത്ത് ആ നായയുടെ ദാഹം അകറ്റിയതിൻ്റെ പേരിൽ അവളുടെ പ്രവർത്തനങ്ങളെ ഒന്നും പരിഗണിക്കാതെ ആ ഒരു കാരുണ്യ പ്രവർത്തനത്തെ മാത്രം മാർക്കിട്ടുകൊണ്ട് അള്ളാഹു സ്വർഗം നൽകിയ സംഭവവും ഇസ്ലാമിക ചരിത്രത്തിലില്ലേ? മഅറൂഫുൽ ഖർഖി റളിയല്ലാഹു അൻഹു വലിയ സൂഫിയാണ്, അഗ്രേസരായ പണ്ഡിതനാണ്, സ്വാലിഹായ മനുഷ്യനാണ്. രാവിലെ ഇറങ്ങും വീട്ടിൽ നിന്ന്, എന്നിട്ട് ലോകത്തറിയപ്പെട്ട വലിയൊരു പണ്ഡിതനും ആളുകളെല്ലാം ബഹുമാനിക്കുന്ന വ്യക്തിത്വവുമാണ്. വേഷപ്രച്ഛന്നനായി ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. തൻ്റെ നാടിൻ്റെ പരിസരത്തുള്ള ഹോസ്പിറ്റലുകളിലേക്ക് കയറി ചെന്നിട്ട് അവിടെയുള്ള രോഗികൾ, ആരും നോക്കാനില്ലാത്ത രോഗികളെ തെരഞ്ഞുപിടിച്ച് അവരുടെ വസ്ത്രങ്ങൾ, വിരിപ്പ് തുടങ്ങിയ അലക്കേണ്ട വസ്ത്രങ്ങൾ തൻ്റെ കൈകൊണ്ട് വാങ്ങിയിട്ട് പബ്ലിക് പുഴയിൽ പോയി അലക്കി വൃത്തിയാക്കി, ഉണക്കി വൃത്തിയാക്കി വൈകുന്നേരം കൊണ്ടുപോയി കൊടുക്കുകയാണ് താൻ കാണുന്ന ഏറ്റവും വലിയ ഹോബി. കണ്ടോ, ആരോരുമില്ലാത്തവരെ അവർക്കൊരു കൂടെ നിൽക്കുന്ന കൈത്താങ്ങായി മഅറൂഫുൽ ഖർഖി എന്ന ലോകപ്രസിദ്ധനായ വലിയ സാന്ത്വനം കൊണ്ട് തൻ്റെ ജീവിതം അടയാളപ്പെടുത്തുകയാണ്. ആരെയൊക്കെയാണ് നമ്മൾ ജീവിതത്തിൽ സ്നേഹിക്കേണ്ടത്, സഹായിക്കേണ്ടത്? പ്രഥമ പരിഗണന സ്വന്തം ശരീരത്തിന് തന്നെ. നമ്മൾ നമ്മുടെ ശരീരത്തിനോട് നല്ല സ്നേഹവും വാത്സല്യവും റഹ്മത്തുണ്ടാകണം. വഇന്ന അലാ നഫ്സിക അലൈക ഹഖ്ഖ, വഇന്ന അലൈക അലാ നഫ്സിക ഹഖ്ഖ, നിന്റെ ശരീരത്തോട് നിനക്ക് ബാധ്യതയുണ്ട് എന്ന ഹദീസ് നമുക്ക് ഓർമ്മയുണ്ടല്ലോ. എന്ന് പറഞ്ഞാൽ ശരീരത്തിന് ആവശ്യമായ വിശ്രമം നൽകണം. ശരീരത്തിനെ എപ്പോഴും പരിപോഷിപ്പിക്കുന്ന ഭക്ഷണം മാത്രമേ കഴിക്കാവൂ. അപകടകരമായ ഭോജനം, വിശ്രമമില്ലാത്ത ജീവിതം, അപകടകരമായ രൂപത്തിലുള്ള മറ്റു സംഗതികൾ ശരീരത്തിന് ഒരിക്കലും അടിച്ചേൽപ്പിക്കാൻ പാടില്ല.
വീട്ടിലെ മക്കളോട് കരുണ വേണം, ഭാര്യമാരോട് വേണം. ഭാര്യമാർ ബെറ്റർ ഹാഫ്, നിങ്ങളുടെ പകുതി എന്നാണ് വിശേഷിപ്പിക്കപ്പെട്ടത്. പിഞ്ചുമക്കളെ എടുത്ത് തൻ്റെ മകളുടെ മക്കളായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമയെ എടുത്ത് വാത്സല്യത്തോടെ മുത്തിക്കൊണ്ടിരിക്കുന്ന പ്രവാചകരെ കണ്ടപ്പോൾ അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്ന അഖ്റ ഇബ്നു ഹാബിസ് എന്ന സ്വഹാബി, തിരുദൂതരെ, എനിക്ക് 10 മക്കളുണ്ട്, ഞാനിങ്ങനെ അവരെ ഒന്നും ചെയ്യാറില്ലല്ലോ, അങ്ങ് മക്കളെ എടുത്ത് ചുംബിക്കുകയും, അങ്ങ് ഇത്ര വലിയ നേതാവല്ലേ, മക്കളെ എടുത്ത് വാത്സല്യത്തോടെ ശരീരത്തിൽ കയറ്റുകയും ചുംബിക്കുകയും ചെയ്യുന്നത്? ഉടനെ പറഞ്ഞു മുത്തുനബി, മല്ലാ യർഹം ഫലാ യുർഹം, കാരുണ്യം നൽകാത്തവർക്ക് തിരിച്ചൊന്നും ലഭിക്കൂല കേട്ടോ. കാരുണ്യം എവിടുന്നും ലഭിക്കൂല. സമൂഹത്തിൽ നിന്ന് നമുക്ക് കാരുണ്യം ലഭിക്കണോ? സമൂഹത്തോട് നമുക്ക് കാരുണ്യം ഉണ്ടാകണം. സൽപ്രവർത്തികൾ മാത്രമായി നമ്മൾ ജീവിക്കണം. എപ്പോൾ കാരുണ്യത്തിൻ്റെ ഉടമയായ അള്ളാഹുവിങ്കിൽ നിന്ന് പാരത്രിക ലോകത്തും ഈ ലോകത്തും നമുക്ക് കാരുണ്യം വർഷിക്കും. അതാണ് വിശുദ്ധ റമളാൻ തരുന്ന മറ്റൊരു വലിയ പാഠം. മാതാപിതാക്കളോട് കാരുണ്യമില്ലാത്ത ജീവിതം വലിയ അപകടമാണ്. വഖ്ഫിൽ ലഹുമാ ജനാഹ ദുല്ലി വറഹ്മ, വിശുദ്ധ ഖുർആനിൻ്റെ പ്രയോഗം. വഖ്ഫിൽ ലഹുമാ, മാതാപിതാക്കൾക്ക് പേർക്കും നിങ്ങൾ തിരിച്ചു കൊടുക്കുക. വഖ്ഫിൽ ലഹുമാ ജനാഹ ദുല്ലി വറഹ്മ, കാരുണ്യത്തിൻ്റെയും എളിമയുടെയും ചിറക് വിരിച്ചു കൊടുക്കണം എന്നാണ് ഖുർആൻ പറയുന്നത്. നമ്മുടെ പത്രാസോ സ്ഥാനമോ ക്യാഷോ സ്റ്റാറ്റസോ ഒന്നും നോക്കാതെ നമുക്ക് ജന്മം നൽകി ജീവിപ്പിച്ച, നമുക്ക് വേണ്ടി ജീവിച്ച മാതാപിതാക്കൾ എത്ര പ്രായം ചെന്നാലും അവരെ സഹായിക്കാനും അവർക്ക് വേണ്ടി എന്തും ചെയ്യാനും അവരെ വാത്സല്യം കൊണ്ട് മൂടാനും കഴിഞ്ഞെങ്കിൽ മാത്രമേ മറ്റെന്തുണ്ടായിട്ടും ജീവിതത്തിൽ വിജയിക്കാൻ കഴിയുകയുള്ളൂ. ഏറ്റവും വലിയ കാരുണ്യം വർഷിക്കേണ്ടത് ഈ ഭൂമി ലോകത്ത് നമ്മുടെ ഉമ്മയോടാണ്, ഉപ്പയോടാണ്. അപ്പം അതുകൊണ്ട് നാം ചെയ്യേണ്ട കടപ്പാടുകൾ കാരുണ്യം എന്ന നിലയിൽ മറ്റുള്ളവർക്കൊക്കെ പകർന്നു കൊടുത്ത് ശേഷം കാരുണ്യത്തിൻ്റെ വക്താവായ, കാരുണ്യത്തിൻ്റെ ഉറവിടമായ അള്ളാഹുവിനോട് തേടിക്കൊണ്ടിരിക്കുക. അവൻ കാരുണ്യം വർഷിക്കും. ഈ വിശുദ്ധ റമളാനിൻ്റെ ആദ്യ 10 നാളുകൾ കാരുണ്യത്തിൻ്റെതായി അള്ളാഹു നമുക്ക് സമ്മാനിക്കട്ടെ. ആഖിർ ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.